അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. അഹങ്കാരം എന്നുള്ളത് ചില ആളുകളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നതാണല്ലേ. അതായത് സമ്പത്ത് കൊണ്ടുള്ള അഹങ്കാരം, സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരം, അതുപോലെ അതിസാമർത്ഥ്യമായിട്ട് സംസാരിക്കുക എന്നുള്ളതൊരു അഹങ്കാരം. അങ്ങനെ പക്ഷേ മറ്റുള്ളവരുടെ മനസ്സ് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് കേട്ടോ. കാരണം ചില ആളുകൾ അവരുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. അവരുടെ പ്രയാസങ്ങളായിക്കോട്ടെ, അവരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. അവർ അള്ളാഹുവിനുമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള തവക്കൽ കാരണം അള്ളാഹുവിനോടാണ് അവരുടെ പ്രശ്നങ്ങൾ പറയുക. നമുക്കെതിരെ ദുആ ചെയ്യുന്ന കരങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കേട്ടോ. നമ്മുടെ അഹങ്കാരം കൊണ്ടോ നമ്മുടെ അതിസാമർത്ഥ്യം കൊണ്ടോ ആരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ അള്ളാഹുവിനോട് സങ്കടത്തോടു കൂടി റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി, ഇതിപ്പോൾ ഞാനാണെങ്കിൽ എനിക്കും അതിനുള്ള ഒരു മറുപടി കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ മറ്റൊരാളെയും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അതിസാമർത്ഥ്യമായി സംസാരിക്കുകയും മറ്റുള്ളവർക്ക് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ അതിസാമർത്ഥ്യവാനാണ് ഞാനേ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടല്ല, ക്ഷമാശീലരായതുകൊണ്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ക്ഷമാശീലരാവാൻ കഴിയുള്ളൂ. നമുക്കെതിരെ ദുആ ചെയ്യുന്ന കൈകളെ നമ്മൾ ഏറെ ഭയക്കണം എന്ന് വെച്ചാൽ ചില ആളുകളില്ലേ, റബ്ബിനുമായുള്ള ആത്മബന്ധം അത്രമാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.